റിവ്യൂസിൻ്റെ അതിപ്രസരമായ റിവ്യൂസ് വെൽക്കം ടു അവർ ചാനൽ. സോ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ദി എവല്യൂഷൻ ഓഫ് ഹോണ്ട അമേസ്. സോ ഇന്ന് നമ്മൾ ഹോണ്ട അമേസിന്റെ എവല്യൂഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 3 ജെന്നും നമ്മുടെ കയ്യിലുണ്ട് അല്ലേ, 3 ജനറേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഹോണ്ട അമേസ് ഫസ്റ്റ് ജെൻ പറയാം അല്ലേ. ഈ ജനറേഷൻ വന്നത് 2013 സമയത്തായിരുന്നു. അതെ, നമ്മൾ ഓട്ടോക്കാറിന്റെ വീഡിയോ കണ്ടിരുന്നു ഇത് ഇറങ്ങിയ ടൈമിലുള്ളത്. ഇത് ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എന്താ പറയാൻ പറ്റും. ഫസ്റ്റ് ID ടെക് എഞ്ചിൻ കൊണ്ടുവന്നത് ഹോണ്ട, ഫസ്റ്റ് ഡീസൽ എഞ്ചിൻ കൊണ്ടുവന്ന ഈ അമേസിലായിരുന്നു. ആ ഒരു 1.5 ലിറ്റർ ID ടെക് കൊണ്ടുവന്നത്. എർത്ത് ഡ്രീംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അതെ. എന്ന് വെച്ചാൽ ആ സമയത്ത് ഡിസയർ കത്തി നിൽക്കുന്ന ടൈമാ. ഡിസയറിന്റെ ആ ഒരു ഡീസൽ വണ്ടിയും പെട്രോൾ വണ്ടിയും എന്ന് വെച്ചാൽ ഡിസയർ ആ സെഗ്മെന്റിൽ ഫസ്റ്റ് ആയിരുന്നു ആ സമയത്ത്. ആ സെഗ്മെന്റിൽ ഏറ്റവും ഫാസ്റ്റ് സെല്ലിംഗും ആയിരുന്നു. ആ മാരുതി ആ ഒരു മോഡൽ ഇറങ്ങി ആ ഒരു പച്ച പിടിച്ച ടൈമും ആയിരുന്നു. അന്ന് ഹോണ്ട എന്താ പറയാ സെയില് സ്റ്റാർട്ട് ചെയ്ത് നല്ല കിങ് ലെവലിൽ നിൽക്കുകയായിരുന്നു. അവരുടെ ഏറ്റവും ഫാസ്റ്റ് സെല്ലിംഗ് സെഡാന സിറ്റിയുടെ അടിയിലും എന്ന ഒരു ഹാച്ച് ബാക്സിന്റെ ഇടയിലായിട്ടാണ് ഇതിന്റെ ഒരു പ്ലേസ്മെന്റ് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ബ്രിയോന്റെ സമയം കാണാം. ബ്രിയോന്റെ ആ ഫ്രണ്ട് ലുക്ക് ഒക്കെ വന്ന് എന്താ വെച്ചാൽ ഇത് ഇറക്കിയപ്പോ ഒരു കോമ്പറ്റീഷൻ ആയി ഡിസയറിന്. പിന്നെ ആൾക്കാർക്ക് ഹോണ്ടയില് ഒരു ഓപ്ഷൻ ആയിരുന്നു ഈ അമേസ്. ഹോണ്ട ഇഷ്ടമുള്ള കുറെ പേരുണ്ടല്ലോ, അവർക്ക് ആ ഒരു ഫസ്റ്റ് ജെൻ വന്നപ്പോ തന്നെ ഭയങ്കര ഇതായി. ലൈക്ക് ലുക്സ് ആ സമയത്ത് നമുക്ക് ഇറങ്ങിയപ്പോ ഒരു ഓക്വേർഡ്നെസ് ഉണ്ടായിരുന്നു. വെച്ചാൽ ബ്രിയോ ഒന്ന് നീളനാക്കിയ പോലെ ആയിരുന്നു. ബ്രിയോ എന്ന ആക്ച്വലി എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. ആ ബ്രിയോ ഫുൾ ഗ്ലാസ് ഒരു ഹോട്ട് ഹാച്ച് തന്നെ ആയിരുന്നു ബ്രിയോ. ഇപ്പോഴും കുറെ പേര് മോഡിഫൈ ചെയ്യണ്ടല്ലോ. അതെ. സോ ഈ വണ്ടി ലൈക്ക് നമ്മൾ ഇന്ത്യയിലും ഇതൊക്കെ ഇപ്പൊ കാണുമ്പോൾ ബേസിക് ആയിട്ട് തോന്നുമെങ്കിലും ഈ ഡീസൽ എഞ്ചിൻ ഇപ്പോഴും ഒരു ചാമ്പാണ്. എന്താ വെച്ചാൽ മൈലേജ് അല്ലെ 25. ആ ഒരു ടൈമിൽ 1.5 ലിറ്റർ എഞ്ചിൻ കൊടുത്തു പറഞ്ഞാൽ ആ ഒരു ടൈമിൽ മോസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ DDIS ആണ്, നമ്മുടെ ഫിയറ്റ് സോഴ്സ്ഡ് എഞ്ചിൻ 1.3. മറ്റേ ഡിസൈറിലുള്ളത് അതിന് കോമ്പറ്റീഷൻ വെച്ചാൽ ഈ 1.5 അതിനേക്കാളും വലിയൊരു ഡിസ്പ്ലേസ്മെന്റിലാണ് കൊടുത്തിരുന്നത് 1.5. പക്ഷെ ID ടെക്കിന്റെ പ്രശ്നം എന്താ വെച്ചാൽ പവർ അത്രയും ഉണ്ടാവില്ല. പിന്നെ അവർ 1.2 ലിറ്റർ IV ടെക്കും ഉണ്ടായിരുന്നു, വിത്ത് CVT ഉണ്ടായിരുന്നു ഈ വണ്ടിക്ക്. പിന്നെ ഇതിന് ഫേസ് ലിഫ്റ്റ് വന്നു. പിന്നെയാണ് നമ്മൾ സെക്കൻഡ് ജെനിലേക്ക് വന്നത്. സെക്കൻഡ് ജെൻ വന്നപ്പോ തന്നെ ഫുൾ ആ ഫേസ് മൊത്തം മാറി അല്ലേ, പ്രോപ്പർ ഫേസ് ലിഫ്റ്റ് വന്നത്. കുറച്ചും കൂടി വൈഡർ ആയി, ലെങ്ത്തും കൂടി, സ്പേസും കംഫർട്ട് ഒക്കെ അഡീഷണൽ വന്നു. ഒരു 2018 ആയപ്പോഴാണ് ഇത് വന്നത്. ഇത് വന്നപ്പോ ആ ഒരു കുറച്ചുകൂടി ഒന്ന് ബൾക്കായി വണ്ടി. എനിക്ക് ഈ ഷേപ്പ് വന്നപ്പോ സിറ്റിയിൽ പോലും കൊടുക്കാത്തൊരു കാര്യം ഇതിൽ കൊടുത്തിരുന്നു. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം ഡീസലിൽ CVT കൊടുക്കും. അതാണ് സെക്കൻഡ് ജെനിൽ പറയാനുള്ള കാര്യം. നമ്മൾ ഫസ്റ്റ് ജെനിൽ ഡീസൽ വന്നു പറഞ്ഞ പ്രത്യേകത ഉണ്ടെങ്കിലും ഇതിന് ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നില്ല. ആ ഒരു സംഭവം ഇതിലും ഉണ്ടെന്നു. അത് CVT ഡീസൽ അല്ലേ, അതൊരു പ്രത്യേക ഒരു ഓപ്ഷൻ ആയിരുന്നു. വീണ്ടും അത് റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ ആയിരുന്നു, നല്ല സ്മൂത്ത് ആണ് അതിന്റെ ഒരു റൺ. അതെന്താ വെച്ചാൽ കുറച്ചുകൂടി ഡീട്യൂൺഡ് ആയിരുന്നു. മാനുവൽ 100 PS 200 ടോർക്ക് ആണെങ്കിൽ ഇത് 80 bhp അവർ ഡീട്യൂൺ ചെയ്തിട്ടാണ് CVTയിൽ കൊടുത്തത്. പക്ഷെ ആ CVT നല്ലൊരു കോമ്പിനേഷനാണ്. ഡീസൽ ഓടിച്ചെടുക്കാൻ ബെസ്റ്റ് ആയിരുന്നു. അതെ, ആ ഡീസലും CVT കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു. എന്താ വെച്ചാൽ ആ സമയത്ത് AMT ആയിരുന്നു ഡിസൈറിനുണ്ടായിരുന്നു ഡീസലിന്റെ. പിന്നെ ഇത് ലുക്കും നല്ല ഡിഫറൻസ് വന്നു അല്ലേ. പിന്നെ അപ്പൊ ആ ഒരു കുറച്ചുകൂടി അകത്തിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടി സ്പേസ് ബെറ്റർ ആയി. ഇതിന് നല്ല സ്പേസ് ഉണ്ട്, പക്ഷെ എന്നാലും ഒരു കുറച്ചുകൂടി ഒരു ഡേറ്റഡ് ഫീൽ പോയിട്ട് ഒരു ഫുൾ അപ്ഡേറ്റ് വന്നൊരു ഷേപ്പ് ആയിരുന്നു. കുറച്ചുകൂടി ഷാർപ്പ് ലൈൻസ് വന്നു, കുറച്ചുകൂടി അല്ലേ ഒരു സൈസ് തോന്നിക്കാനുള്ള രീതിയിലാണ് ഈ ഒരു ഫ്രണ്ടിലെ ഗ്രില്ല്, ആ ഒരു DRL സെറ്റപ്പ്, ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എല്ലാ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് ചേർത്തുന്നൊരു മോഡലായിരുന്നു. അതും ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണ് നമ്മുടെ ലാസ്റ്റ് ജെൻ വന്നല്ലേ. ലാസ്റ്റ് ജെൻ വന്നപ്പോ അഡാസ് വന്നു. ഇതിപ്പോ ഇറങ്ങിയ മോഡലാണ്, ഇപ്പത്തെ ഫേസ് ലിഫ്റ്റ് വണ്ടിയാണ്. ലൈക്ക് ഇതൊന്ന് അങ്ങനെ വലിയ ചേഞ്ച് തോന്നുന്നില്ല. നമുക്കിത് ഫേസ് ലിഫ്റ്റ് ചെയ്ത ഒരു ഫീൽ തന്നെ ഇതിൽ കിട്ടുന്നുള്ളൂ. പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യയുടെ ഡാഷ്ബോർഡ് ആയാലും ഒരു ഫ്രണ്ട് ലുക്സ് ആയാലും എല്ലാം മാറിയിട്ടുണ്ട്. പക്ഷെ ഈ ഫസ്റ്റ് ജെൻ നോക്കുമ്പോ ടോട്ടൽ വ്യത്യാസം അല്ലെ, ഭയങ്കര വ്യത്യാസം. പിന്നെ ഇതില് നമ്മൾ പറയുകയാണെങ്കിൽ ഡീസൽ നിർത്തി, അതാണ് ഒരു ഡ്രോബാക്ക് വന്നത്.
പക്ഷെ അവർ ആ 1.2 ലിറ്റർ ഐവിടെക് ഡബിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് കുറച്ചുകൂടിയും ബെറ്റർ മൈലേജിൽ കുറച്ചുകൂടി കൊണ്ടുവന്നു. എന്താ വെച്ചാൽ ഇതിന് മൈലേജിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു സെക്കൻഡ് ജെന്നിന്. അത് കുറച്ചുകൂടി അവർ ഈസി ട്യൂൺ ചെയ്തിട്ട് ഈവൻ ഇതിന്റെ ഒരു മോസ്റ്റ് സെല്ലിംഗ് ഫാക്ടർ വരുമ്പോൾ തന്നെ CVT ഉള്ള ഒരു കാരണമാണ് എല്ലാവരും മേടിക്കാനുള്ള റീസൺ. ഈവൻ ഇപ്പത്തെ ന്യൂ ഡിസൈർ നോക്കിയാൽ അതിന് AMT വരുന്നത്. അപ്പൊ CVT താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് വരാം. പിന്നെ കാണാൻ കുറച്ചുകൂടി എലവേറ്റിന്റെ ഒരു സാമ്യം തോന്നുന്നു. കുറച്ചും കൂടി ഒന്ന് അപ്പ് മാർക്കറ്റ് ഫീൽ കിട്ടുന്നുണ്ട്. ആ എലവേറ്റിന്റെ എവിടെയോ ഒരു സിബ്ലിംഗ് ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ട് ലുക്സിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് മിനിമൽ ആണെങ്കിലും കുറച്ചും കൂടി അപ്ഡേറ്റഡ്, ആ ലുക്സ് കുറച്ചുകൂടി ഫ്രഷർ ആയിട്ടുണ്ട്. അതിന്റെ ഒരു ഹെഡ് ലാമ്പിന്റെ പോർഷൻ ആയാലും ഫുൾ LED പ്രൊജക്ടർ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. അതിന്റെ DRL തന്നെയാണ് ഇൻഡിക്കേറ്ററിന്റെ ഒരു ഇന്റഗ്രേഷൻ കൊടുത്തിരിക്കുന്നത്. അത് ടേൺസ് അപ്പ് ആവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. പുതിയ ഗ്രിൽ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടി ലാർജർ ആയിട്ടുണ്ട് ആ ഒരു എയർ ഇൻടേക്കിന്റെ ഒരു പോർഷൻ. പിന്നെ വന്നിട്ട് ഇതിന്റെ ഫോഗ് ലാമ്പ് മാറിയിട്ടുണ്ട്, അതും പ്രൊജക്ടർ LED ആണ് വന്നിരിക്കുന്നത്. പിന്നെ വന്നൊരു ചേഞ്ച് ആണ് അഡാസിന്റെ ആ ഒരു റഡാറിന്റെ ഒരു സിസ്റ്റം. ബാക്കിലേക്ക് വരുമ്പോഴേലും ആ ചേഞ്ചസ് കുറച്ച് മിനിമലാണ്. ആ ഒരു സെയിം റെഗുലർ ക്രോം ബിറ്റ്സ്, ആ അമേസിന്റെ ലോഗോ, ആ ഒരു ബാഡ്ജിങ്, ഐവിടെക്കിന്റെ ബാഡ്ജിങ് എല്ലാം ക്രോം ഫിനിഷസിൽ വന്നിട്ട് 2 പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ട് ഇവിടെയായിട്ടാണ് അതിന്റെ ഒരു റിവേഴ്സ് ക്യാമറ വരുന്നത്. ഈ ഒരു റെഡ് ലൈറ്റ് മാത്രമാണ് ഇതിന്റെ ടെയിലില് ഒരു LED യൂണിറ്റ് വന്ന്, ബാക്കി 2 ബൾബ് സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ടച്ച് ഓപ്പറേറ്റഡ് എന്ന് തോന്നുന്ന ഒരു ബട്ടനാണ് അവർ കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ 416 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ആണ്. അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു ബൂട്ട് സെറ്റപ്പാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് അതിന്റെ ലൈറ്റ് സെറ്റപ്പ് വന്നിട്ടുണ്ട്. സോ ഇന്റീരിയർ മൊത്തം ഫ്രഷ് ആയിട്ടുണ്ട്. അമേസിലത്തെ ന്യൂ ഇന്റീരിയർ ഫിലോസഫിയാണ് ഇപ്പോൾ ഹോണ്ടയുടെ RCTയിലൊക്കെ കാണുന്ന സെയിം. ആ സ്റ്റിയറിംഗ് ആയാലും നല്ലൊരു ഭംഗിയുള്ള സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ലെതർ അല്ല, ആ ഒരു ഫീലാണ് കൊടുത്തിരിക്കുന്നത്. പാഡൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട് CVT ആയതുകൊണ്ട്. പിന്നെ അഡാസ് വന്നിട്ടുണ്ട്, അതൊരു അഡീഷനാണ്. അമേസിന് ആദ്യമായിട്ടാണ് അഡാസ് ഫീച്ചറൊക്കെ വരുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഈ സ്ലൈഡിങ് സ്വിച്ച് നല്ല ടാക്ടൈൽ ഫീൽ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രീമിയം ടച്ചാണ് അത് കൊടുത്തിരിക്കുന്നത്, അത് കൊള്ളാം. പിന്നെ അഡാസിൻ്റെ ലെയിൻ അസിസ്റ്റൻ്റ് ഒക്കെ സ്വിച്ചസ് ഇവിടെ കാണാം. പിന്നെ ഹോണ്ട ഇപ്പോൾ എല്ലാത്തിനും കൊടുക്കണ പോലെ നമ്മൾ ലെഫ്റ്റിൽ ഇൻഡിക്കേറ്റർ എടുക്കുമ്പോൾ അവിടെ ക്യാമറ കാണിക്കും. അത് നല്ലതാണ്. ആ ബ്ലൈൻഡ് വ്യൂവിൽ നമുക്ക് ആ ഒരു ഒബ്ലിക് ജംഗ്ഷനിലൊക്കെ വരുമ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇത് സ്വിച്ച് ആയിട്ടും കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴും വരും. പിന്നെ ഓവറോൾ ക്ലസ്റ്ററിൽ നമുക്ക് G മീറ്റർ അങ്ങനത്തെ കുറേ കസ്റ്റമൈസേഷൻസ് ചെയ്യാം. നമുക്ക് ഇവിടെ തന്നെ സോഴ്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഓരോ റേഞ്ചും ഫോയിലും ടാക്കോമീറ്ററിൻ്റെ ഓരോ ഡിസൈൻസ് മാറ്റാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഒരു സിമ്പിൾ ലേ ഔട്ടാണ്, അനലോഗ് കോൺഫിഗറേഷനുള്ള ഒരു ലേ ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ട് സ്റ്റോപ്പ് കാണാം. പിന്നെ ഒരു ഡുവൽ ടോൺ ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ്സ് പെട്ടെന്ന് ചളിയാവുന്ന സീറ്റ്സ് ആണ്. കണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ ചളി കാണാൻ പറ്റും. അതൊരു ഡ്രോബാക്ക് ഉണ്ട്. പിന്നെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇവിടെയൊക്കെ ഒരു ഭയങ്കര ഹാർഡ് പ്ലാസ്റ്റിക്, ഇവിടെ ഒരു കോസ്റ്റ് കട്ടിങ് തോന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്ലോത്ത് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ കൈ ഒന്ന് വെക്കുമ്പോൾ ഒരു ചെറിയ സുഖത്തിന്. പക്ഷെ ഒരു സോഫ്റ്റ് ടച്ച് അല്ല, എന്നാലും ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഒരു ക്ലോത്തിൻ്റെ. അപ്പോൾ പിന്നെ വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്, 2 പവർ ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്, കപ്പ് ഹോൾഡേഴ്സ് കാണാം. അത്യാവശ്യം ഇത്രയൊക്കെ തന്നെയുള്ള ഇന്റീരിയറിൻ്റെ വിശേഷം. നമുക്കപ്പോൾ അമേസിൻ്റെ റിയർ സീറ്റിൻ്റെ വിശേഷത്തിലേക്ക് വരാം. അപ്പോൾ ആസ് യൂഷ്വൽ ആ ഒരു സെഡാൻ ആയതുകൊണ്ട് കയറി ഇറങ്ങാനുള്ള ഒരു ഈസിനെസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഫ്രണ്ട് സീറ്റ് എൻ്റെ ഒരു സീറ്റ് പൊസിഷൻ്റെ അക്കോർഡിംഗിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പോലും എനിക്ക് ഇഷ്ടം പോലെ ലെഗ് റൂമും നീ റൂമും ഉണ്ട്. അണ്ടർ സപ്പോർട്ട് ഒരു പൊടിക്ക് ലാക്കിംഗ് ആണ്. അപ്പോൾ ഇവിടെയായാലും നല്ല രീതിക്ക് സ്കൂപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ മാഗസിൻ ഹോൾഡർ വരുന്നില്ല, ഈ ഒരു സൈഡിൽ മാത്രമേ വരുന്നുള്ളൂ. ഡോർ പാഡിൻ്റെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ഡോട്ട് ഫിനിഷസ് ആണ്. നേരെ കോൺട്രാസ്റ്റ് ആണ് നമുക്ക് അതിൻ്റെ ഒരു സീറ്റിൻ്റെ ഫാബ്രിക്കിൻ്റെ ആയാലും ഈ ഒരു ഹെഡ് ലൈനറിൻ്റെ പോർഷൻ ഫുൾ എയറിനെസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ആയിട്ടാലും ഹുക്സ് വന്നിട്ടുള്ള ഹാൻഡിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു പ്രസൻസ്, ഒരു എയറിനെസ്സും കിട്ടുന്നുണ്ട്. പിന്നെ നടുക്കായിട്ടൊരു ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടൊരു ആംറസ്റ്റ് സെറ്റപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് 3ഉം ഫിക്സഡ് ആണ്. ആകെ ഈ ഒരു ഫ്രണ്ടിലത്തെ 2 ഹെഡ് റെസ്റ്റ് മാത്രമാണ് അഡ്ജസ്റ്റബിൾ ഉള്ളൂ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ നടുക്ക് AC വെൻസ് വന്നിട്ടുണ്ട്. കൺട്രോൾസ് ഫ്രണ്ടിലത്തെ ആ ഒരു ടെമ്പറേച്ചർ സെറ്റിങ്ങും ബ്ലോ സ്പീഡൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ വെൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു 12 വോൾട്ടിൻ്റെ ഒരു പവർ സോക്കറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 3 അഡ്ജസ്റ്റ് സീറ്റ് ബെൽറ്റ്സും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഐസോഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട്സ്, എയർ ബാഗ് പ്ലേസ്മെന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വെൽ പാക്ഡ് ആണ്. സോ ലുക്സും ഡൈമെൻഷൻസിലും ഫസ്റ്റ് ജെന്നിൽ നിന്ന് നീളം വ്യത്യാസം വന്നിട്ടുണ്ട്. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ചെറിയ ചെറിയ വെച്ചിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും തമ്മിൽ അങ്ങനെ വ്യത്യാസം വന്നിട്ടില്ല. ചെറിയൊരു മൈന്യൂട്ട് ഓവർ ഹാങ്സ് വന്നിട്ടുണ്ടെന്നല്ലാണ്ട് വേറെ ഒന്നും വന്നിട്ടില്ല. ബാക്കി എന്താ പറയാ, ലെങ്ത് വൈസ് ഒക്കെ സെയിം ആണ്. ഈവൻ ഹുഡ് കണ്ടോ, രണ്ടിന്റെ ഹുഡ് ഇങ്ങനെ തന്നെ നിൽക്കണം. ഇതിന്റെ ഹുഡ് സ്ലോപ്പിംഗ് ആയിരുന്നു. അതാ ബ്രിയോന്റെ അതിന്ന് വന്നതിന്റെ ഒരു ഇതാണ്. അപ്പൊ നമുക്ക്
ഇനി ഈ എവല്യൂഷൻ നമുക്ക് ആ എൻജിൻസ് നമുക്കൊന്ന് നോക്കാം അല്ലെ, ഡ്രൈവില് പറയാം. നമുക്ക് ആദ്യം ഫസ്റ്റ് ജെനിൽ പോയാലോ? യെസ്. അപ്പൊ ഫസ്റ്റ് ജെൻ അമേസ് അല്ലേ. സോ ഇത് ID.Tech ആണ്. 100 bhp ആൻഡ് 200 Nm ടോർക്ക്. ഒരു പ്രത്യേക രസമല്ലേ പഴയ വണ്ടി. നോർമലി ഈ കാറ് ഇങ്ങനെ കാണാൻ വളരെ റെയറാണ്. ഈ കാറ് ഇറങ്ങിയതിൽ ഭൂരിഭാഗം പെട്രോളായിരുന്നു. പക്ഷെ ഈ ഡീസൽ എടുത്തവർക്ക് അറിയാം എന്താണ് ഇതിന്റെ ഗുണം. പിന്നെ എപ്പോഴും ഹോണ്ടയ്ക്ക് ഒരു ഇഷ്യൂ ഉണ്ട് ID.Techന്, ക്ലാട്ടർ. ID.Techന്റെ എല്ലാം ഇപ്പൊ സിറ്റി ആയാലും അമേസ് ആയാലും ഭയങ്കര ക്ലാട്ടർ. എൻജിൻ സൗണ്ടും കൂടുതലാണ്, ഭയങ്കര ഭൂമി സൗണ്ടാണ് ഇതിന്. അത് ഞാനിപ്പോ 1-2 പേരോട് ചോദിച്ചപ്പോഴല്ല അവര് പറഞ്ഞു ഈ ഒരു സെഗ്മെന്റ് വെച്ച് നോക്കുമ്പോ ഹോണ്ടയുടെ ഡീസൽ എൻജിൻസ് ആണ് കുറച്ചുകൂടെ നോയ്സിയർ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാ ഇതിന് റിഫൈൻമെന്റ് ഹോണ്ട കൊടുത്തില്ല. ആ കാരണം കൊണ്ട് കുറെ പേര് ഡീസൽ എടുത്തതുമില്ല. ജസ്റ്റ് ആ റിഫൈൻമെന്റ് ഇഷ്യൂ കാരണമാണ് ആ ID.Tech ഒഴിവായത്. പക്ഷെ ആ റിഫൈൻമെന്റ് ഒരു പ്രശ്നമല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഈ ID.Tech എടുത്താൽ. എന്താന്ന് വെച്ചാൽ മൈലേജ് സൂപ്പർ ID.Techന് അവർ കൊടുത്തിരിക്കണം. എന്താ വെച്ചാൽ ID.Tech അവർ ട്യൂൺ ചെയ്തിരിക്കണം അങ്ങനെ. പെട്രോള് നല്ല റിഫൈൻഡ്, എന്താ പറയാ, റെവ് ചെയ്ത് ഓടിക്കുക. മാനുവൽ ആണെങ്കിൽ CVT ആണെങ്കിൽ നമ്മളിങ്ങനെ കാമായിട്ട് ഓടിക്കുക. പക്ഷെ ഡീസലിലോട്ട് വരുമ്പോ ഇത് മാനുവല് അതിനൊരു ചെറിയൊരു മിഡ് റേഞ്ച് കൊടുത്തിട്ടുണ്ട്, 200 Nm ടോർക്ക്. പക്ഷെ നമുക്ക് ആ ഫുൾ പവർ കിട്ടില്ല, ഒരു ചെറിയൊരു പുള്ള കിട്ടുള്ളൂ. പക്ഷെ മിഡ് റേഞ്ചിലാണ് ഹെൽപ്പ് ചെയ്യുക. ഒരു തേർഡ് ഗിയർ ഇപ്പൊ ഒന്ന് പുഷ് ചെയ്ത് ചെറിയൊരു ലാഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് വലിക്കും. പിന്നെ ഫ്ലാറ്റ് ആണ്. ആ ഒരു മിഡ് റേഞ്ച് ആണ് ഈ ഡീസലിന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ. നമ്മൾ പെട്രോൾ നോക്കുകയാണെങ്കിൽ പെട്രോളിന് ലോ എൻഡും ടോപ്പ് എൻഡും ആണ്. പക്ഷെ ഡീസലിലേക്ക് വന്നപ്പോ ആ മിഡ് റേഞ്ച് കുറെ പേർക്ക് ആ മിഡ് റേഞ്ച് ആണ് മെയിൻ നോക്കുക. സോ ഇത് 5 സ്പീഡാണ്. സിറ്റിക്ക് വന്നത് 6 സ്പീഡ് ആയിരുന്നു അല്ലെ. 6 സ്പീഡ് ഡീസൽ ആയിരുന്നു കൊടുത്തിരുന്നത് മാനുവൽ. ഇതിന് ക്ലാറ്ററിന്റെ ഇഷ്യൂ നമ്മൾ ത്രോട്ടിൽ ചെയ്താലും നല്ലോണം ഭൂമി ഇത് കയറും അകത്തേക്ക്. പക്ഷെ ദ മൈലേജ് ഡീസൽ എന്ന് ഫൈസൽ ഖാൻ പറയാൻ ഒരു സംഭവം എന്താ വെച്ചാൽ മൈലേജ് ആണ്. എന്താ വെച്ചാൽ മിഡ് റേഞ്ച് പുള്ളുണ്ട്. പിന്നെ ഇതിന് 25 km/ലിറ്റർ ആണ് ക്ലെയിം ചെയ്യുന്ന ആൾക്കാർ. ഹൈവേസിൽ 27 വരെ സ്ട്രെച്ച് ചെയ്യാന്ന് പറഞ്ഞു. 27 km. ഒരുപാട് ലോങ് ഡ്രൈവ് ചെയ്യണവർക്ക് അറിയാം ഡീസലിന്റെ ഈ ഒരു ഗുണം. പക്ഷെ നമ്മൾ ആ പെട്രോൾ എടുത്ത സിറ്റി യൂസിൽ ആ മൈലേജ് ഡ്രോപ്പ് വരെയാണ് നല്ലോണം. പക്ഷെ ഇത് സിറ്റി യൂസിലും 18 km/ലിറ്റർ എന്തായാലും കിട്ടും. അതാണ് എന്തായാലും നിങ്ങൾ മാക്സിമം പുഷ് ചെയ്തു. ഈ ഡീസൽ കെയോസ് ഫ്രീ ആണ്, ഒന്നും അടിച്ചു പോകാനില്ല, എല്ലാം നല്ല റിലയബിൾ ആണ്. പിന്നെ ഡീസൽ റെവ് ഹാപ്പി അല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ റെവ് ചെയ്ത് ഓടിക്കൂല. ആ ഒരു മിഡ് റേഞ്ച് പിടിച്ചാൽ ഓടിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് മൈലേജും കിട്ടും. ഇനി ഇന്റീരിയർ എന്തോ ഒരു പ്രത്യേകത അല്ല, പഴയതിനൊരു ബേസിക് ടച്ച് ആണെങ്കിൽ പോലും ഒരു എവിടേക്കോ ഒരു എലഗൻസ് ഉണ്ട്. പിന്നെ സസ്പെൻഷൻ ഇപ്പത്തെയാണ് ബെറ്റർ, പുത്തൻ ആണ് ബെറ്റർ. ഇതൊക്കെ ഭയങ്കര ഇളക്കാണ് പഴയതിന്റെ. ഈവൻ ഈ ഒരു ഫസ്റ്റ് ജെൻ സിറ്റി കാണാൻ ചെറുതാണെന്നുണ്ടെങ്കിലും അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ സിറ്റി പാർക്കിംഗ്. എവിടെ ചെന്നാലും നമുക്ക് പാർക്ക് ചെയ്യാൻ സുഖ. പിന്നെ ഇത് ഡൈമെൻഷനലി ബാക്കി 2 അമേസ് നോക്കുമ്പോ ഇത് ചെറുതാണ്. ഇതിപ്പോ നമ്മൾ ഇവിടെ ഇരുന്ന് ഓടിക്കുമ്പോ നമ്മൾ ബ്രിയോ ആണെന്ന് വിചാരിക്കും. നമ്മള് അങ്ങനെ തോന്നില്ല അതൊരു സെഡാനാണ്. നമ്മൾ 2 പേര് ഇരിക്കണോ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. റിയറിൽ വരുമ്പോ 2 പേർക്ക് ഇരുന്ന് ഒക്കെയാണ് കംഫർട്ട് ഉണ്ടാവുള്ളൂ. മൂന്നാമത് ഒരാൾ ഇരിക്കുമ്പോൾ അഡ്രസ്റ്റ് ഇല്ല. അതിപ്പോ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് അതിനും പ്രശ്നമില്ല. പിന്നെ ഈ ID.Techന് ഇഷ്യൂസ് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. 1 ലക്ഷം 1.5 ലക്ഷം കിലോമീറ്റർ ഓടുന്നവരുണ്ട്. മെയിൻ്റെനൻസ് കോസ്റ്റ് കുറച്ച് കൂടുതൽ പറയണ്ടല്ലേ, അത് ഒന്ന് നോക്കിയാൽ മതി. ലൈക്ക് എപ്പോഴും നിങ്ങളിപ്പോ ഈ അമേസ് എന്തായാലും സെക്കൻഡ് ഹാൻഡ് കിട്ടുള്ളൂ. നിങ്ങൾ ഡീസൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും പുറത്ത് കൊടുക്കുക. ഹോണ്ടയില് ബേസിക് സർവീസ് ചെയ്താൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ചേഞ്ച്, എന്തെങ്കിലും വണ്ടിക്ക് എന്താ പറയാ, എന്തെങ്കിലും ചേഞ്ച് ചെയ്യാണ്ട്, വണ്ടിയുടെ എന്തെങ്കിലും പാർട്സ് ചേഞ്ച് ചെയ്യണ്ടെന്നാണെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്ന് സോഴ്സ് ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഈ ഒരു ഫസ്റ്റ് ജെന് വന്നിരുന്ന ഒരു കോമൺ ഇഷ്യൂ ആണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ആകെ ഒരു ഇഷ്യൂ വന്നിരുന്ന വെച്ചാൽ AC-യുടെ കൂളിംഗിന്റെ ഒരു ഇഷ്യൂ വന്നിരുന്നു. ഇപ്പത്തെ അമേസ് ഞാൻ ഓടിച്ചപ്പോഴും അതിനും കൂളിംഗ് കുറവായിരുന്നു. ഹോണ്ടയുടെ AC-ക്കാണ് ഒരു ചെറിയൊരു ഡ്രോബാക്ക് പറയാനുള്ളത്. ഒരു നോർമൽ കൂളിംഗ് ഉള്ളൂ, അത്ര എക്സസീവ് ഒരു കൂളിംഗ് ഉണ്ടാവില്ല. അവിടെയാണ് സുസുക്കിയും ടാറ്റയും എക്സൽ ചെയ്യണത്. പിന്നെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഇപ്പൊ അമേസ് സെക്കൻഡ് ഹാൻഡ് അല്ലേ കിട്ടുള്ളൂ. ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ
ഡിസൈർ പഴയ ഡിസൈർ ഉണ്ട്, മറ്റേ ബാക്കിൽ കട്ട് ചെയ്ത പോലുള്ള സ്വിഫ്റ്റിനെ കട്ട് ചെയ്ത് ബാക്കിൽ വെച്ച ആ ഒരു ഫീല്, ആ ഡിസൈർ ഉണ്ട്. പിന്നെ ഒരു ലെജൻഡറി സാധനം ഉണ്ട്, ഫോർഡ് ആസ്പയർ. അത് വേറെ ലീഗാണ്, ചെയ്യാൻ പറ്റാത്തൊരു വണ്ടിയാണ്. ചെയ്യാൻ പറ്റില്ല, പെർഫോമൻസ് ആയാലും ഹാൻഡ്ലിംഗ് ആയാലും എന്നാ മൈലേജും കിട്ടും. പെർഫോമൻസ് ഹാൻഡ്ലിംഗ് സൂപ്പർബാണ്. ആസ്പയർ നമുക്ക് ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ലുക്സ് പിന്നെ അഗൈൻ സബ്ജക്റ്റീവ് ആണ്. ഒരു റിയർ ലുക്ക് വരുമ്പോ ആ ഒരു ഓവർ ഹാങ് വന്നിരിക്കുന്നു. പിന്നെ അമേസും ഡിസൈറിലേക്ക് വരുമ്പോ കംഫർട്ടാണ്, കംഫർട്ട് മാത്രമേ ഉള്ളൂ, കംഫർട്ട് മൈലേജും മാത്രം. അങ്ങനെയാണ് ഈ അമേസിനെ പറ്റി പറയാനുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് നേരെ ജെൻ 2ലേക്ക് ചാടിയാലോ. അപ്പൊ സെക്കൻഡ് ജെനിലേക്ക് വരുമ്പോ ആ ടോട്ടൽ ഡിഫറൻസ് ആയല്ലേ, ഫുൾ ഡാഷ്ബോർഡിന്റെ ലേഔട്ട് മാറി. ആകെ സെയിം ആയിട്ട് ഈ ഒരു ഗിയർ ലിവറിന്റെ ഈ ഒരു പോർഷൻ, CVT-യുടെ ഇവിടൊക്കെ നമുക്ക് ആ സിറ്റി വൈബ്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇത് ഡിസൈൻ മാറിയിട്ടുണ്ട്. പിന്നെ അനലോഗ് കാണാൻ രസമുണ്ടല്ലോ, അനലോഗ് ക്ലസ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു ടച്ച് ഇൻഫോർടൈൻമെന്റ് ഓപ്ഷണൽ ആയിരുന്നു ആ ഒരു ഫേസ് ലിഫ്റ്റ് വന്ന ടൈമിൽ, ഓപ്ഷണലായിരുന്നു. നമുക്ക് അഡീഷണൽ എമൗണ്ട് പേ ചെയ്താൽ മാത്രമായിരുന്നു കിട്ടുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റിയിലൊക്കെ ഇഷ്യൂസ് ഉണ്ട് കണ്ടോ, ഇത് ഇപ്പൊ തന്നെ വേറെ ഔട്ടായി. പിന്നെ നല്ലൊരു വലിയൊരു ഗ്ലൗ ബോക്സ് കൊടുക്കുന്നുണ്ട് അല്ലേ. പിന്നെ ഇത് നമ്മൾ ഡ്രൈവ് ചെയ്യാത്തെന്ന് വെച്ചാൽ സെയിം പെട്രോൾ CVT ആണ്, അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഡ്രൈവ് ചെയ്യാത്തത്. അപ്പൊ നമുക്ക് ഇനി തേർഡ് ജെനിലേക്ക് പോലെ നമുക്ക് തേർഡ് ജെനിലേക്ക് ചാടാം. നമ്മൾ തേർഡ് ജെൻ ആണ് ഇപ്പോൾ ഓടിക്കുന്നത്, അമേസ് അല്ലേ. സോ തേർഡ് ജെൻ CVT ആണ് ഓടിക്കുന്നത്, 1.2 ലിറ്റർ iVTEC എഞ്ചിൻ തന്നെ. സോ ഇതിന്റെ സ്പെക്ക് എങ്ങനെയാന്ന് വെച്ചാൽ 90 bhp ആണ് വിത്ത് 110 Nm ടോർക്ക്. എങ്ങനെയുണ്ട്? ആസ് യൂഷ്വൽ നമ്മളന്ന് എലവേറ്ററിന്റെ ഡ്രൈവിലും പറഞ്ഞാൽ ആ സ്മൂത്ത്നെസ് ആണ്, ആ ഒരു ജർക്കിംഗ് ഒന്നുമില്ല, ഒരു ഗിയർ ഷിഫ്റ്റ് ആകുമ്പോൾ. CVT-യുടെ ഒരു ക്യാരക്ടറാണ്, നമ്മൾ സ്മൂത്ത് ആയി ഓടിക്കുമ്പോൾ വണ്ടി സ്മൂത്ത് ആയിട്ട് തോന്നും, ആ ഒരു ജർക്കൊന്നും ഇല്ലല്ലോ. ഗിയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഇങ്ങനെ വാഫ്റ്റ് ചെയ്തോളും. നമ്മൾ ആ ഒരു സെക്കൻഡ് ജനറേഷൻ ഡ്രൈവ് ചെയ്യാത്തതിന്റെ റീസൺ അതും ഇതേ സെയിം CVT ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ്. അതെ, ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ ഹോണ്ടയുടെ അഡാസ് ഫീച്ചറും കൊടുത്തിട്ടുണ്ട്, അഡാസ് ലെയിൻ അസിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ലെവൽ 1 ആണെന്ന് തോന്നുന്നു അല്ലേ, ലെവൽ 1 ആണ് കൊടുത്തിരിക്കുന്നത്. സോ അതില് ലെയിൻ അസിസ്റ്റ്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്. മറ്റത് ബ്ലൈൻഡ് നമ്മുടെ ലെവൽ 2 പോവാം. വണ്ടി ഭയങ്കര സൈലന്റ് ആണല്ലേ. പിന്നെ ഹോണ്ടയുടെ ഒരു റിഫൈൻമെന്റ് ആ എഞ്ചിനീയറിംഗ് ഭയങ്കരമാണ്, ആ ഒരു സൈലൻസ്. സോ ത്രോട്ടിലേക്ക് വരുമ്പോൾ മാത്രമാണ് ആ ഒരു സൗണ്ട് കേൾക്കുന്നത്, ഫ്ലോർ ചെയ്ത് ഓടിക്കുമ്പോൾ. എക്സോസ്റ്റ് നോട്ട് കൊള്ളാട്ടോ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു സൗണ്ട്. നമുക്ക് ഇതിന്റെ ആദ്യം ഇതിന്റെ പുള്ള് നോക്കാം, എസിലിടാം. 4000 RPM വരെ റബ്ബായി. ഒച്ചപ്പാടാണല്ലേ, ഭയങ്കര ഒച്ചപ്പാട്. സ്ട്രഗിളിംഗ് ആണ്, എന്നാലും കുഴപ്പമില്ല, കേറുന്നുണ്ട്. നിങ്ങൾക്കൊരു ആ പവർ ഫീൽ വേണമെങ്കിൽ ഓൾവേസ് ടേക്ക് ദ മാനുവൽ. മാനുവൽ ആകുമ്പോ ആ റെവ് ചെയ്ത് നമുക്ക് എടുക്കാം. ഈ CVT-യുടെ പ്രശ്നം ഡ്രൈ ഫീൽ ഇടുന്നുണ്ട്. ദിസ് ഈസ് മെയിൻലി ഫോർ സിറ്റി യൂസ്. CVT എടുക്കുകയാണ് എന്ന് വെച്ചാൽ ആ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ, കണ്ടില്ലേ, ആ CVT-യുടെ ഒരു ബൂം മാത്രമേ ഉള്ളൂ. വണ്ടി കയറി വരണമെങ്കിൽ നല്ല സമയം എടുക്കും. അപ്പോഴാണ് എന്താണ് നമ്മൾ ഈ CVT എടുക്കാൻ കാരണം. നമ്മുടെ ഇപ്പൊ നമ്മൾ കൊച്ചിയിൽ പറയുകയാണെങ്കിൽ സ്പെസിഫിക്കലി ഈ CVT ഭയങ്കര യൂസ്ഫുൾ. ബമ്പർ ടു ബമ്പർ ട്രാഫിക്കില് എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഹൈവേയിൽ ചവിട്ടി പൊളിച്ച് പറപ്പിച്ച് പോവാൻ CVT-യിൽ നടക്കില്ല. അതാണ് ഹോണ്ട കറക്റ്റ് ആ അമേസിന് എന്താ പറയാ അങ്ങനത്തെ ഒരു ട്യൂണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, സിറ്റി യൂസിനുള്ള ട്യൂണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ഹോണ്ട എപ്പോഴും CVT-ക്ക് കൂടുതൽ സംഭവമാണ്. പിന്നെ കുറെ കോസ്റ്റ് കട്ടിങ്സ് ഉണ്ട് അല്ലേ, കുറെ സ്ഥലത്ത് ഹാർഡ് പ്ലാസ്റ്റിക്സ് ഉണ്ട്, ഭയങ്കര ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ സീറ്റ് നല്ല സുഖമുണ്ടല്ലേ. ഈവൻ നമുക്ക് ആ ഒരു അണ്ടത്തെ സപ്പോർട്ടിന്റെ ആ ഒരു പോർഷനിലേക്ക് ഒരു കുഷനിങ് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് കൊണ്ടുവന്നുണ്ടല്ലേ, അത് കൊള്ളാം. ബാക്കി ഇന്റീരിയർ ആണെങ്കിലും ഡുവൽ ടോൺ ഇതൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു ഫിനിഷ് ആണ് കൊടുത്തത്. ഈ ഒരു ടച്ചിന്റെ ഒരു ഇൻഫോർടൈൻമെന്റ് ആയാലും കാണുമ്പോ ലൈക് ബേസിക് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്, കണക്റ്റഡ് എല്ലാ രീതിയിലും. ടച്ച് സ്ക്രീൻ കുറച്ച് ഈ ഹോണ്ടയുടെ ടച്ച് സ്ക്രീൻസ് എപ്പോഴും ഒരു മോശമായിട്ടാണ് അവർ കൊടുക്കുക ടച്ച് സ്ക്രീനിൽ ഇതില്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ബ്ലൈൻഡ് സ്പോട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോ അവിടെ ഒരു കറക്റ്റ് ഇവിടെ വ്യൂ കാണിക്കും. പിന്നെ റിവേഴ്സ് ക്യാമറ ആണെങ്കിലും അല്ലേ, അതിന് 3 ആംഗിൾസും കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇവരുടെ ഈ ഒരു സ്വിച്ച് ഇഷ്ടമായി, ക്ലസ്റ്ററിന്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് എല്ലാം വന്നിട്ടുണ്ട്, ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് വന്നിട്ടില്ല. പിന്നെ സൈഡ് കർട്ടൻ എയർ ബാഗ്സിന്റെ ഒരു ഇത് വന്നിട്ടുണ്ട്.
ഇപ്പോഴത്തെ നോംസ് ഒക്കെ വെച്ചിട്ട് ഫുൾ 6 എയർ ബാഗ് എല്ലാ വേരിയൻസിലും വന്നിട്ടുണ്ട് ഇപ്പൊ. ഇതാണ് ഉണ്ടോ സ്മൂത്ത്നെസ് ഉണ്ടോ ആ എഞ്ചിൻ സൈലന്റ് ആണ്. അതായത് ഇത് നമ്മൾ ഇങ്ങനെ ഒരു പതുക്കെ കൊണ്ടുപോകേണ്ട വണ്ടിയാണ് ഈ CVT. കംഫർട്ടബിൾ ആണ് ഇതിന്റെ യാത്ര. അതെ കംഫർട്ടബിൾ ആണ്, ഒരു ഫാമിലിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. സീറ്റ് ആണെങ്കിലും നല്ല സോഫ്റ്റ് ഫാബ്രിക് സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് മെയിൻറ്റെയിൻ ചെയ്യണം, എന്താ വെച്ചാൽ ചളിയാവും പെട്ടെന്ന്, അവിടെ ഈ കറകളൊക്കെ വേഗം പിടിക്കും. ആ ഒരു യൂഷ്വൽ ലെതർ ആണെങ്കിൽ നമ്മളിപ്പോ ഒരു വെയിലത്ത് കയറി വരുമ്പോ നല്ല പൊള്ളി ഇരിക്കുന്ന അവസ്ഥയായിരിക്കും. പക്ഷെ ഇതിലാ പ്രശ്നമില്ല. ഇതിലാ പ്രശ്നമില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ അമേസിലൊരു സംഭവം എന്താ അറിയാം, സസ്പെൻഷൻ. സ്മൂത്ത്, നല്ല സസ്പെൻഷൻ ആണ് അവർ കൊടുത്തത്. നമ്മുടെ ആ സിറ്റിയിൽ നമ്മുടെ ആ കുണ്ടും കുഴികളൊക്കെ ചാടുമ്പോ വണ്ടി നന്നായി എടുക്കുന്നുണ്ട്, സസ്പെൻഷൻ നന്നായിട്ട് എടുക്കുന്നുണ്ട്. എപ്പോഴും ആ ഈ അമേസും എലിവേറ്റിലും സസ്പെൻഷൻ അവർ നന്നായിട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടുത്തെ ഇങ്ങനത്തെ ഈ റഫ് പാച്ചിലൊക്കെ കണ്ട വണ്ടി ഭയങ്കര സോഫ്റ്റ് സസ്പെൻഷൻ. അത് മാത്രമല്ല ആംപിൾ എമൗണ്ട് ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് കൊണ്ട് അടിയടിക്കും. 172 mm ഉണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ്, അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ എന്നാലും ലൈക്ക് ഒരു SUV ലെവൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യും എന്തായാലും ഉണ്ടാവില്ല. പക്ഷെ ഒരു ആംപിൾ എമൗണ്ട് ഉണ്ട് ഒരു സെഡാന് നോക്കുമ്പോ അല്ലെ. പിന്നെ ഓവറോൾ എനിക്ക് ഈ ലൈറ്റ്സിന്റെ ക്ലിക്കിംഗ് ഇത് ഇഷ്ടപ്പെട്ടു. അതുണ്ട്, പക്ഷെ ഓട്ടോ ഡിമിങ് കൊടുത്തിട്ടില്ല. ഇതിപ്പോഴും എന്റെ സിറ്റിയിലുള്ള സെയിം ലൈറ്റ് ആണ് ഇപ്പോഴും അവർ കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഇതിലൊരു സർപ്രൈസ് എന്ന് വെച്ചാൽ ഒരു സൺറൂഫ് വരാത്തതാണ്. ലൈക്ക് ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്, പക്ഷെ ചെറിയൊരു പീസ് ആയിരിക്കും ഇതിൽ വരാണെങ്കിലും വരുള്ളൂ. പിന്നെ ബ്രേക്സ് ഒക്കെ അത്യാവശ്യം നല്ലതുണ്ടല്ലോ, സ്ട്രോങ് ആണ്, അത്യാവശ്യം ബൈറ്റ് ഉണ്ട്. പിന്നെ ബാക്ക് സീറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല 3 പേർക്ക് ഇരിക്കാൻ വേണമെങ്കിൽ. എന്താ വെച്ചാൽ ഇവിടെ ഹമ്പില്ലല്ലോ സൈഡിൽ സെന്ററിലൊന്നും. വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ സ്റ്റോക്ക് ഇപ്പൊ നമ്മളിപ്പോ ഈ ഡ്രൈവ് ചെയ്യുന്ന കാറിൽ 15 ഇഞ്ചിന്റെ അലോയ് വീൽസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ കാണുമ്പോ ഒരു 16-17 ഒരു ലുക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു പ്രൊഫൈല് കുറച്ചുകൂടി സെക്ഷൻ കൂടുതലാണല്ലോ. 15 ആണെങ്കിലും പ്രൊഫൈല് കൂടുതലാണ്. പിന്നെ ഇനി കൂട്ടി ഇത് ഓടിച്ചു കഴിഞ്ഞാൽ കംഫർട്ട് പോകും, റൈഡ് ആൻഡ് ഹാൻഡ്ലിങ്ങിനൊക്കെ ബാധിക്കും. മെയിൻ അതാണ്, ആ സിറ്റി യൂസിന് പെർഫെക്റ്റ് ആയിട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അമേസ്. പിന്നെ ഒരു സംഭവം എന്താ വെച്ചാൽ നീ പതുക്കൊന്ന് എസിലിടുക, എന്നിട്ട് പതുക്കൊന്ന് ത്രോട്ടിൽ ഫുൾ കൊടുക്കണ്ട, പതുക്കെ ത്രോട്ടിൽ ചെയ്ത് എന്നിട്ട് കുറച്ച് കൂട്ടുക ആക്സിലേറ്റർ. ഇപ്പൊ വണ്ടി കുറച്ചുകൂടി നമുക്കൊന്ന് കേറണ ഒരു ഫീൽ തോന്നുന്നില്ലേ, അതാണ്. CVT ഒരിക്കലും ഡംപ് ചെയ്യരുത് ആക്സിലേറ്റർ. CVT ഡംപ് ചെയ്യുമ്പോഴാണ് ആ ഒരു വലിവ്. അതിങ്ങനെ പോകുമ്പോൾ വണ്ടി സ്മൂത്ത് ആണ്. അങ്ങനെയാണ് CVT ശരിക്കും ഉപയോഗിക്കേണ്ട ഒരു രീതി. മാനുവൽ കൺട്രോൾസും നല്ല രസമുണ്ട്. അപ്പോഴാണ് നമുക്ക് മെയിൻ കാര്യത്തിൽ പോകാൻ മൈലേജ്. ഇപ്പൊ കാണിക്കുന്ന ക്ലസ്റ്ററിൽ 13 ആണ്. ഇപ്പൊ നമ്മള് കുറെ നേരം ഐഡിൽ കിടന്നു അങ്ങനെ എടുത്ത്. പക്ഷെ ഇതില് മര്യാദക്ക് ഓടിച്ചു കഴിഞ്ഞാൽ, അതായത് അത്ര ഹാപ്പി ആയിട്ടുള്ള രീതിയില് അല്ല, ഒരു നോർമൽ രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായാലും 15 കിട്ടും അല്ലേ? അതെ, ഈസിലി കിട്ടും. 15-16 കിട്ടും. ആക്ച്വലി ഹൈവേസിലൊക്കെ ഒരു പ്രാവശ്യം ക്ലെയിം കേട്ടു 17 km/L കിട്ടും. അതാണ് CVT ആ ഓടിക്കേണ്ട രീതിയിൽ ഓടിച്ചാൽ മൈലേജ് കിട്ടും 17. പക്ഷെ സിറ്റിയില് ഡെഡ് ട്രാഫിക്കിൽ കിടന്നാ പോയി അങ്ങനെ കുറയും. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 12-14 km/L ആണ് മെയിൻ പറയുകയാണെങ്കിൽ. പക്ഷെ എന്നാലും ഹോണ്ട സിറ്റിയേക്കാളും എഫിഷ്യന്റ് ആണ്. എന്നുവെച്ചാൽ 1.2 ലിറ്റർ അല്ലേ, കുറച്ചുകൂടി ചെറിയ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ട്, ഇപ്പോഴും 4 സിലിണ്ടർ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. ആ ബാലൻസ് ഉണ്ടല്ലോ. എനിക്ക് മാരുതിനോട് ഒരു ഡിസ്ലൈക്ക് വരാനുള്ള റീസൺ അതാണ്. ഒരു 4 സിലിണ്ടർ 1.2 മാറിയിട്ട് 3 സിലിണ്ടർ ഒക്കെ ഹോണ്ട ആ കാര്യത്തിൽ ആ 4 സിലിണ്ടർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ സുസുക്കി 3 സിലിണ്ടർ ആയാലും അവരത് എങ്ങനെയൊക്കെയോ ഒരു ആ 3 സിലിണ്ടർ ആണെങ്കിലും അത് വെച്ചിട്ട് അവർ ആ എഫിഷ്യൻസിയും പവറും അങ്ങനെ മാറ്റങ്ങൾ വരുത്താണ്ട് കൊണ്ടുനടക്കുന്നുണ്ട്. എനിക്ക് ആകെ ഒരു മിസ്സിംഗ് ആയിട്ട് തോന്നിയത് ആ ഡീസൽ എഞ്ചിനാണ്. ഈ ഒരു ഫേസ് ലിഫ്റ്റ് വന്നപ്പോ അവര് എടുത്തു കളഞ്ഞു. എസ്പെഷ്യലി ആ സെക്കൻഡ് ജനറത്തെ ഡീസൽ CVT അതൊരു സൂപ്പർ സിറ്റി യൂസ് ആണ്. എന്താ വെച്ചാൽ മൈലേജും ഉണ്ട്, അത് സിറ്റി കൊണ്ട് നടക്കും. വാങ്ങിയവർക്കും ഉപയോഗിച്ചവർക്കും അറിയാം അതിന്. അതെ, അപ്പൊ കോമ്പറ്റീറ്റേഴ്സ് നോക്കുമ്പോ ഡിസയർ, ടിഗോർ, പിന്നെ ഹ്യുണ്ടായിന്റെ ഓറ, എന്താ പേരില്ലേ, ഓറ ഇല്ലാത്തൊരു വണ്ടി ഓറ. പക്ഷെ ആ ഓറയുടെ എഞ്ചിൻ നൈസാ, ഭയങ്കര അടിപൊളി എഞ്ചിനാന്നായിട്ട്. അതും 4 സിലിണ്ടർ ആണല്ലോ. അത് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്തത് ഈ ടാക്സി മാർക്കറ്റ് ഉള്ള ആൾക്കാരായിരുന്നു. പിന്നെ ആ പേര് കുറെ മീംസ് ആയി അല്ലേ, ഓറ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഉള്ള വണ്ടിയാണ് ടിഗോറും ഓറയും പിന്നെ അമേസും ഡിസയറും ആണ് മെയിൻ. ടിഗോറിൽ പിന്നെ പ്രത്യേകത വെച്ചാൽ അവർക്ക് EV വന്നിരുന്നു. ഇതില് ഞാൻ സ്പെഷ്യലി റെക്കമെൻഡ് ചെയ്യുക ഡിസയർ അല്ലെങ്കിൽ അമേസ് ആയിരിക്കും ഇതില്. അതെ, എന്താ വെച്ചാ ലുക്സിലും അങ്ങനെ രണ്ടും അത്യാവശ്യം നല്ല ലുക്ക് കൊടുത്തിട്ടുണ്ട്.
കോമ്പറ്റീറ്റേഴ്സ് നോക്കുമ്പോ കേട്ടോ. ബാക്കിയുള്ള ഭയങ്കര ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറയാണ്, ലുക്സിൽ എനിക്ക് അമേസും ഡിസയർ ആണ് ഉള്ളതിൽ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറയുള്ളൂ. അതിലും നമുക്കൊന്ന് വേർതിരിച്ച് പറയുകയാണെങ്കിൽ പവർ വേണം, എഞ്ചിൻ ഡ്രൈവ് ഫീൽ വേണം എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മാനുവൽ എടുക്കും. ഇതിന്റെ മാനുവല് സ്റ്റിൽ സിറ്റിയുടെ ആ ഒരു എന്തൂസിയാസം ഉണ്ടാവൂല. എന്താ വെച്ചാൽ 1.2 ലിറ്റർ അല്ലേ, അത്രയും ഇത് കൊടുത്തിട്ടില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഡിസയറിന് ഇതിനേക്കാൾ അടിപൊളി എന്താ സംഭവം എന്ന് വെച്ചാൽ മൈലേജ്, സസ്പെൻഷൻ അമേസാണ് ബെറ്റർ. പക്ഷെ ഡിസയറിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം എന്താ വെച്ചാൽ ഫീച്ചേഴ്സ് ബെറ്റർ ആണ്. ഹോണ്ടയിൽ കുറെ കാര്യങ്ങൾ സ്കിംപ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഹോണ്ടയിലേക്ക് വരണം എന്ന് വെച്ചാൽ ആ ഹോണ്ടയോടുള്ള ട്രസ്റ്റ് ഉള്ള കുറച്ച് പേരുണ്ട്. എന്താ വെച്ചാൽ ആ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ, ആ ഒരു റിഫൈൻമെന്റ്. ഹോണ്ട പണ്ടേ ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട് ഹോണ്ടയോട് ഇപ്പോഴും ട്രസ്റ്റ് ഉള്ളവര്. പണ്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായി, ഒരു കോർപ്പറേറ്റ് ലെവലോ ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഫാമിലി വെഹിക്കിൾ എന്നുള്ള രീതിയിലാണ് ഇതിനെ കൺസിഡർ ചെയ്തത്. ആ ഒരു എല്ലാ റിക്വയർമെന്റ്സും മീറ്റ് ചെയ്തിരുന്ന ഒരു കാറായിരുന്നു. അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതൽ ഹോണ്ട അമേസിലേക്ക് വരിക. പിന്നെ എടുക്കുകയാണെങ്കിലും പിന്നെ ഇപ്പൊ ഹോണ്ടയുടെ അധികം സെയിൽസ് ഇല്ലല്ലോ. ഇപ്പൊ എലവേറ്റും അമേസും മാത്രമാണ് ഇപ്പൊ ഒരു സെയിലിൽ കൂടുതലും പോണത്. പിന്നെ സിറ്റി, ഒബ്വിയസ്ലി സിറ്റി എവറി ടൈം സെയിൽസ് ഉള്ള ഒരു വണ്ടിയാണ്. അപ്പോ നിങ്ങൾക്ക് അത്രയും സെയിൽസ് സപ്പോർട്ടും സർവീസ് കോസ്റ്റും കുറവ് അങ്ങനെയൊക്കെ നോക്കുമ്പോ ഡിസയർ ആണ് കുറച്ചുകൂടി ഡിസൈറബിൾ. കോമ്പറ്റീഷൻ ഉണ്ടായ ഒരു സംഭവമായിരുന്നു ഡിസയറിൽ CNG വന്നിരുന്നു. ഇപ്പൊ അമേസിലും വരുന്നുണ്ട്. പിന്നെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഡിസയറും അമേസും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഏതെടുക്കണം. ലൈക്ക് ഏതെടുത്താലും നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യില്ല. എന്താ വെച്ചാൽ 2 സ്പേസും ഉണ്ട്, കംഫർട്ടും ഉണ്ട്. എഞ്ചിൻ നിങ്ങളുടെ ഇഷ്ടമാണ് ഏതെടുക്കണം. പിന്നെ ഒരു കാര്യമാണ്, ഇപ്പൊ അമേസ് വാങ്ങാനാണ് നിങ്ങളുടെ ഒരു താല്പര്യം എന്നുണ്ടെങ്കിൽ ഞാൻ VX എന്ന് പറഞ്ഞൊരു ട്രിം ഉണ്ട്. ഇത് ZX ആണ്. VX-ഉം ZX-ഉം തമ്മിൽ ആകെ ഒരു ചേഞ്ച് വരുന്നത് അഡാസിന്റെ ഒരു ചേഞ്ച് മാത്രമാണ്. അത് അഡാസ് എടുക്കണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾ VX എടുക്കണം ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ അതിന് അത്രയും കൊടുക്കേണ്ട കാര്യം, അത്രയും സേവ് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പൊ അഡാസിന്റെ യൂസ് കേസ് ഇത് ആക്യുറേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഇതിന്റെ യൂസ് കേസ് ഒക്കെ നല്ല രീതിക്ക് ഉണ്ട്. പക്ഷെ അത് വേണം, ആവശ്യമില്ല ഇപ്പത്തെ കാലത്ത്. നിങ്ങള് വാല്യൂ ഫോർ മണി ട്രിം നോക്കുകയാണെങ്കിൽ VX എടുക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൈസിങ് പറയാം. ഇത് ZX ഇപ്പൊ നമ്മൾ ഓടിക്കുന്നത് 13 lakhs വരും. 13 lakh സംതിങ് ആ ഒരു റേഞ്ചിൽ വരും. ഓക്കെ. പക്ഷെ നിങ്ങൾ ആ VX-ലോട്ട് പോയാൽ 11.8 lakhs ഓക്കെ. എല്ലാം കൂടി കഴിഞ്ഞ് 12 lakhs. 12 lakhs VX is a better. എന്നാലും നിങ്ങൾക്ക് ഒരു 1 lakh സേവ് ചെയ്യാം നിങ്ങൾക്ക് ആ ഒരു അഡാസ് വേണ്ട എന്നുണ്ടെങ്കിൽ. ഓക്കെ, പ്രൈസിങ് ഓക്കെ ആണല്ലേ. ലൈക്ക് ഒരു സെഡാൻ, ഒരു കോമ്പാക്ട് സെഡാനും കിട്ടും ആ പ്രൈസിൽ. ഇപ്പത്തെ കാലത്ത് ഞാൻ പറയണം, ഇപ്പത്തെ കാലത്ത് ഭയങ്കര ഇൻഫ്ലേഷൻ അല്ലേ, അത് നോക്കുമ്പോൾ ഓക്കെയാണ്, നല്ല പ്രൈസിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി പറയേണ്ടത് സ്പെഷ്യൽ താങ്ക് ടു വിഷൻ ഹോണ്ട. മുട്ടമിലുള്ള വിഷൻ ഹോണ്ടയാണ് നമുക്ക് ഈ വണ്ടി തന്നത്. അപ്പൊ നിങ്ങൾക്ക് സെയിൽസ് റിലേറ്റഡ് എന്തൊക്കെ ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്പർ. സോ നിങ്ങൾക്ക് അമേസ് എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവോ എന്തെങ്കിലും നോക്കുന്നുണ്ടെന്നാണെങ്കിൽ കോൺടാക്ട് ചെയ്യാം. സോ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.